പക്ഷേ പാലസ്തീൻ്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറബ് രാജ്യങ്ങളും അതുപോലെ തന്നെ ഈജിപ്തും ഒക്കെ കൂടി ചേർന്നുകൊണ്ട് പുതിയ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു പുനർനിർമ്മാണം വരുമ്പോൾ അവിടെ ഹമാസ് ഉണ്ടാവില്ല എന്നും പറയുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഈ പുനർനിർമ്മാണം വരാൻ പോകുന്നത്? അതായത് ഇപ്പോൾ പുനർനിർമ്മാണത്തെ പറ്റി ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ്. അമേരിക്ക ഇപ്പോൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഇത് നമുക്ക് റിവിയറ പോലെ ആക്കാം, സുഖവാസ കേന്ദ്രമാക്കാം, ജനങ്ങളൊക്കെ ഇവിടെ നിന്നും എവിടേക്കെങ്കിലും പറഞ്ഞയച്ചിട്ട് ഇത്രയും ജനങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ റീകൺസ്ട്രക്ഷൻ അല്ല ഒരു പണി ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്ടിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദി പ്ലേസ് ഇസ് അൺഇൻഹാബിറ്റബിൾ, അവിടെ താമസിക്കാനോ ജീവിക്കാനോ പറ്റാത്ത സ്ഥലമാണ്. പിന്നെ അവിടെ റബിൾസ് ആൻഡ് ബോംബ്സ് ആണുള്ളത്. ബോംബ് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാൻ, കാരണം ഈ ഇട്ട ബോംബുകളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടാവണമെന്നില്ല, ചിലത് പൊട്ടാതെ കിടപ്പുണ്ടാവും. പിന്നെ പല ബിൽഡിങ്സും ഇടിഞ്ഞു വീണതിൻ്റെയൊക്കെ റബിൾസാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ അവിടെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് ട്രംപിൻ്റെ സ്റ്റാൻഡ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് മറ്റേ അറേബ്യൻ കൺട്രീസിന് അത്ര വലിയ തൃപ്തിയൊന്നും ഉണ്ടായിരുന്നില്ല. ജോർഡാനോടും ഈജിപ്തിനോടും എല്ലാവരെയും കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് അത്ര തൃപ്തിയില്ല എന്നല്ല, ഒട്ടും തൃപ്തിയില്ല. പിന്നെ ജോർദാനിലെ രാജാവ് ഏതായാലും അദ്ദേഹം വിളിച്ചതല്ലേ, അദ്ദേഹത്തിൻ്റെ എല്ലാ വർഷവും എയ്ഡ് കിട്ടുന്നതാണ് ബില്യൺസ് ആയിട്ട്, അതുകൊണ്ട് പോയി. ഈജിപ്തിലെ പ്രസിഡന്റ് എന്തോ ഒഴികഴിവ് പറഞ്ഞിട്ട് അദ്ദേഹം പോകാതിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഈജിപ്തിൻ്റെ നേതൃത്വത്തിൽ അവർ ബാക്കി അറേബ്യൻ കൺട്രീസൊക്കെ കൂടി ഒരു പ്ലാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ അതിൻ്റെ ചിലവായിട്ട് കണക്കാക്കിയിരിക്കുന്നത് $53 ബില്യൺ വേണ്ടി വരും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഒരു 5 വർഷത്തെ പരിപാടിയായിട്ടാണ് അവർ വിഭാവനം ചെയ്യുന്നത്. ഇറ്റ് വിൽ ടേക്ക് 5 ഇയേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ അത് ട്രംപിൻ്റെ പ്ലാനിന് ഒരു ഓൾട്ടർനേറ്റീവ് ടു ട്രംപ് പ്ലാൻ എന്നുള്ള രീതിയിലാണ് അവർ കണക്കാക്കുന്നത്. അപ്പോൾ അവരതിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ ഇവിടെ നിന്നും വേറെ സ്ഥലത്തേക്ക് വിടുന്നതിൻ്റെ പ്രശ്നം ഒതുക്കാനുള്ളത്. ആൾക്കാർക്ക് അവരവരുടെ സ്ഥലങ്ങളിൽ തന്നെ പഴയ പോലെ പോകാം. പിന്നെ അവിടെ താമസിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ അത് നമുക്ക് വരുന്ന വഴിക്ക് നോക്കാം. പക്ഷേ ഇവിടുന്ന് ആൾക്കാരെ പുറത്തേക്ക് വിടുന്ന കാര്യത്തോട് യോജിപ്പില്ല എന്നാണ് അവരുടെ മീറ്റിങ്ങിൽ എടുത്ത ഒരു തീരുമാനം. അപ്പോൾ ആൾക്കാരുടെ പ്രിസർവ് ദി റൈറ്റ്സ് ഓഫ് ദി പീപ്പിൾ, അവരുടെ സ്വന്തം സ്ഥലത്ത് താമസിക്കാനുള്ള അവകാശം അവർക്ക് നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ പൊതുവിൽ അറബികൾക്കൊരു ഭയമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേരും പറഞ്ഞ് ഇവിടെ നിന്നും ആൾക്കാരെയൊക്കെ മാറ്റി പാർപ്പിച്ച് ഗാസ റിവിയറായി മാറിക്കഴിയുമ്പോൾ അവിടേക്ക് ചിലപ്പോൾ ഈ അറബികൾക്ക് തിരിച്ചു വരാൻ പറ്റുമെന്നുള്ള, അല്ലെങ്കിൽ പാലസ്തീൻകാർക്ക് തിരിച്ചു വരാൻ പറ്റുമെന്നുള്ളൊരു ഭയം അവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് അവർ അതിനൊട്ടും തന്നെ സമ്മതിക്കാത്തൊരു രീതിയിലാണ് പോകുന്നത്. പിന്നെ ജോർഡനിലെ രാജാവ് പോയി കഴിഞ്ഞപ്പോൾ പറയുന്നതിനൊക്കെ അങ്ങോട്ട് എല്ലാം എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സെലൻസ്കി പോയ പോലെ ചിലപ്പോൾ അവിടെ ഇരുന്ന് മോശമാകണ്ടല്ലോ എന്ന് ഓർത്ത് അദ്ദേഹം എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള സൂത്രപ്പണികളൊക്കെ പറഞ്ഞു. അതായത് ഞങ്ങൾ വേണമെങ്കിൽ 2000 ക്യാൻസർ പേഷ്യൻസിനെ എടുത്തോളാം എന്ന് പറഞ്ഞു. 2 മില്യൺ ആൾക്കാരുള്ളടത്തുനിന്ന് 2000 പേരെ മാറ്റിയിട്ട് എന്ത് കാര്യമുണ്ട്, അത് ഒരു കഥയില്ല എന്നുള്ളത് അറിയാം. എന്നാലും നോ എന്ന് പറയണ്ട എന്നുള്ള രീതിയിൽ. പിന്നെ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ഈജിപ്തിൻ്റെ പ്ലാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്കൊന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് തടിയൂരി രക്ഷപ്പെട്ടു അദ്ദേഹം. അപ്പോൾ അതാണ് സാഹചര്യം. പിന്നെ മാഷെ ഇതിൽ ഈ ഹമാസുമായി ബന്ധപ്പെട്ട് ഹമാസിനെ അങ്ങ് ഒഴിവാക്കി കളഞ്ഞാൽ എത്രത്തോളം ഗുണകരമായിരിക്കും? അതായത് ഹമാസ് ആണല്ലോ ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അപ്പം അതൊരു ഭീകരവാദ പ്രസ്ഥാനം കൂടെയാണ്. അപ്പോൾ ലോകരാജ്യങ്ങൾക്കെല്ലാം ഹമാസിനെ മാറ്റി നിർത്തി ഇവിടെ ഒരു പുനർനിർമ്മാണ പ്രവർത്തനം വരുന്നതിനോട് വലിയ യോജിപ്പായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആയിരിക്കില്ലേ? അത് ഇപ്പോൾ ഈജിപ്തും ജോർഡനും അമേരിക്ക പറയുന്ന അതേപടി അനുസരിക്കണില്ല, അല്ലെങ്കിൽ അംഗീകരിക്കണില്ലല്ലോ. അപ്പോൾ അമേരിക്ക കൂടുതൽ ധിക്കരിക്കുന്നു എന്നുള്ളൊരു ഇംപ്രഷൻ കൊടുക്കാൻ അവർക്ക് താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോർഡനായാലും ഈജിപ്തിനായാലും എല്ലാ വർഷവും അവർക്ക് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് കിട്ടുന്നതാണ് അമേരിക്കയുടെ സാമ്പത്തിക സഹായം. അതുകൊണ്ട് അദ്ദേഹത്തെ ധിക്കാരിയായി എന്ന് വേണ്ട. അപ്പോൾ അതിനുള്ള ഒരു സൂത്രപ്പണി അവർ കാണുന്നതാണ് ഈ ഹമാസിനെ വേണ്ടതെന്ന് തുടക്കത്തിൽ തന്നെ പറയുക. കാരണം വെസ്റ്റേൺ കൺട്രീസും ഇസ്രായേലും ഒരിക്കലും ഹമാസിനെ അവർ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളതറിയാം. അതുകൊണ്ട് അവർ തുടക്കത്തിലേ തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഹമാസിനെ ഞങ്ങളിതിൽ പെടുത്തുന്നില്ല. ഈ ഹമാസ് വന്നപ്പോഴാണ് വെടിവെക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് കാണിക്കുക, October 7th മോഡലിലുള്ള പെരുമാറ്റം ഇപ്പോൾ ലോകത്തിന് മുഴുവൻ അത് പരിചയമായി. അതൊരു സിവിലൈസ്ഡ് സൊസൈറ്റിക്ക് ചേർന്നതല്ല. അതാണ് വെസ്റ്റേൺ കൺട്രീസിൻ്റെ അഭിപ്രായം. അത് ഞങ്ങളും അംഗീകരിക്കുന്നു എന്നുള്ള പോലെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഹമാസിനെ പെടുത്തുന്നില്ല എന്നവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ അറേബ്യൻ ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടെങ്കിൽ അത് തന്നെ മതി എന്നാണ്. ഈ March 4th ഈജിപ്തിൽ മീറ്റിംഗ് നടന്നത്. അപ്പോൾ അവിടെയുള്ള അറേബ്യൻ കൺട്രീസ് എല്ലാവരും കൂടി അവർ തീരുമാനിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ അറേബ്യൻ ഓൾട്ടർനേറ്റീവ് മതി, അല്ലാതെ അമേരിക്ക ഇവിടെ വന്ന് അമേരിക്കയുടെ മേൽനോട്ടത്തിൽ ഇവിടെ വർക്ക് നടത്തുന്നതിനോട് അവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ അവർ തുടങ്ങുകയാണെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അൺഎക്സ്പ്ലോർഡ് ഓർഡിനൻസ് ഉണ്ട്. ഈ വെടിക്കോപ്പുകൾ കുറേ പൊട്ടാതെ കിടപ്പുണ്ട്, ബോംബും മറ്റു സാധനങ്ങളൊക്കെ. അതെ അതെ അതെ. അപ്പോൾ അതിനെ കണ്ടുപിടിച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് അവിടെ നിന്നും മാറ്റുക. അതാണ് ഫസ്റ്റ് അവരുടെ പ്രയോറിറ്റി. അത് കഴിഞ്ഞാൽ പിന്നെ 50 മില്യൺ ടൺസ് ഓഫ് റബിൾ ഉണ്ട്. ഈ ബിൽഡിങ്സ് ഇടിഞ്ഞു വീണ് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട്. അത് 50 മില്യൺ ഉള്ളത് അതെടുത്ത് മാറ്റുക. അതെ. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് വേണം പിന്നത്തെ നടപടി. പിന്നെ 2 ലാക്ക് ടെമ്പററി ഹൗസിംഗ് യൂണിറ്റ്സ് തുടക്കത്തിലേ തന്നെ ഉണ്ടാക്കും. ടെമ്പററി യൂണിറ്റ്സ് അല്ലെങ്കിൽ ടെമ്പററി ടെൻസ് മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കും. പിന്നെ 1.2 മില്യൺ പീപ്പിളിനെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന രീതിയിൽ ആണ് ഇപ്പോൾ ഈ 2 ലാക്ക് ടെമ്പററി ഹൗസിംഗ് യൂണിറ്റ്സ് ഉണ്ടാക്കുന്നത്. അതാണ് ഒരു നടപടി. പിന്നെ ഒരു കാര്യം അവർ പ്ലാൻ ചെയ്യുന്നത് 60,000 ബിൽഡിങ്സ്, അത് ദാറ്റ് വിൽ ബി റെസ്റ്റോർഡ്. അതായത് ഈ കേടും ചെറിയ തോതിൽ അടന്നൊക്കെ പോയിട്ടുണ്ടാകും കുറേ ഭാഗങ്ങൾ. അങ്ങനെയുള്ള ബിൽഡിങ്സ് കുറേ ഉണ്ട്. വലിയ കേട് പറ്റിയിട്ടില്ല, എന്നാൽ കുറച്ച് കേട് പറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ള എൻ്റെ 60,000 ബിൽഡിങ്സ് അവർ ഏകദേശം കണക്കാക്കിയിട്ടുണ്ട്. അത് ശരിപ്പെടുത്തി ചെറിയ തോതിൽ പെട്ടെന്ന് ശരിപ്പെടുത്താവുന്നതുണ്ട്. അപ്പോൾ അതുവഴി തന്നെ 3,60,000 പീപ്പിളിനുള്ള അക്കോമഡേഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ ഇതുവഴി പറ്റും. ഈ ചെറിയ തോതിൽ കേടുവന്നിരിക്കുന്ന ബിൽഡിങ്സ് നന്നാക്കി കഴിയുമ്പോൾ റിപ്പയർ ചെയ്തെടുക്കുക. അതെ. അപ്പോൾ ഇതിന് എല്ലാത്തിനും കൂടി അങ്ങനെ എല്ലാം കൂടിയ കഴിയുമ്പോഴേക്കും ഒരു 4 to 5 years എടുക്കും എന്നാണ് അവർ കണക്കാക്കുന്നത്, മൊത്തം കഴിയുമ്പോഴേക്കും. പിന്നെ അവർ പ്ലാൻ ചെയ്യുന്ന വേറൊരു കാര്യം, ഈ 4 ലാക്ക് പെർമനൻറ്റ് ഹൗസസ്. ഈ ഇതിനിടയ്ക്ക് ആദ്യമേ ടെമ്പററി ഹൗസസ് ഒക്കെ ഉണ്ടാക്കും, അവരെ താമസിപ്പിച്ച് തൽക്കാലം അക്കോമഡേറ്റ് ചെയ്തിട്ട് പിന്നെ 4 ലാക്ക് പെർമനൻറ്റ് ഹൗസസ് കൂടി ഈ കൂട്ടത്തിൽ പണിയാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ട്. 4 ലക്ഷത്തോളം. അത് 4 ലക്ഷത്തോളം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എയർപോർട്ട്, സീപോർട്ട് മുതലായ സ്ഥലങ്ങളും ഈ പെർമനൻറ്റ് ഹൗസിങ്ങിൻ്റെയൊക്കെ കിടക്കുന്ന കൂട്ടത്തിൽ തന്നെ എയർപോർട്ടിൻ്റെയും സീപോർട്ടിൻ്റെയും കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കും. പിന്നെ ചെയ്യാനുള്ളത് ബേസിക് സർവീസസ് ലൈക്ക് വാട്ടർ, പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഇലക്ട്രിസിറ്റി, ടെലികമ്മ്യൂണിക്കേഷൻ, അതിനെല്ലാത്തിനും ഈ പെർമനൻറ്റ് ഹൗസിംഗ് നടത്തുന്ന കൂട്ടത്തിൽ തന്നെ അവർ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ പ്ലാൻ. പിന്നെ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ഈ പ്ലാനുകളൊക്കെ തയ്യാറാക്കി കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം ഉദിക്കുന്നത് ഹു ഈസ് ഇൻ ചാർജ്. ഇവിടെ ആരാണ് ഇതിൻ്റെ മേൽനോട്ടം ഇത് കഴിയുമ്പോഴായാലും വരുന്നത്. അപ്പോൾ അവർ തുടക്കത്തിൽ തന്നെ റൂൾ ഔട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഹമാസിനെ വേണ്ട. ഞങ്ങളുടെ സ്കീം ഓഫ് തിങ്സിൽ ഹമാസില്ല, ഹമാസിനെ വെച്ചിട്ടുള്ള കളികളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അവർക്ക് ഹമാസിന് ആൾക്കാരൊക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ടാവും, മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അവർക്ക് പലതും ചെയ്യാൻ പറ്റും, അതേപോലെ ആരെയും അടിച്ചൊതുക്കാനൊക്കെ പറ്റും. പക്ഷേ ഹമാസിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യത്തിനും ഈ പറയുന്ന ഈജിപ്തിൻ്റെ നേതൃത്വത്തിലുള്ള അറേബ്യൻ കൺട്രീസ് താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. അതാണ് വേറൊരു വസ്തുത. പിന്നെ അവർ ഉദ്ദേശിക്കുന്നത് ഈ പാലസ്റ്റീനിയൻ ടെക്നോക്രാറ്റ്സ് ഉണ്ട്, നല്ല ടെക്നോളജിയും കാര്യങ്ങളൊക്കെ പഠിച്ച് പാസ്സായിരിക്കുന്ന ആൾക്കാരുണ്ട്. ഈ പാലസ്റ്റീനിയൻ ടെക്നോക്രാറ്റ്സിനെ തന്നെയാണ് ഇവിടെ അവർ ഉപയോഗിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ വേറെ സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ കൊണ്ടുവരാൻ പ്ലാനില്ല. പിന്നെ ഒരു സ്റ്റിയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട്. അവരാണ് ഇതിൻ്റെ മെയിനായിട്ട് മാനേജ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യുക, അതേപോലെ ഫണ്ട് റൈസിങ്ങിന് വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന അവരാണ്. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് ആൻഡ് സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന ആൾക്കാർ പണം എവിടെന്നെങ്കിലുമൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കണമല്ലോ, അതിനവർ സമീപിക്കാൻ ഉദ്ദേശിക്കുന്ന കുറേ ഡോണർ കൺട്രീസ് ഉണ്ട്. ഇപ്പോൾ ചില കൺട്രീസ് സ്ഥിരമായിട്ട് ഇവർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അതിലൊക്കെ അമേരിക്കയും വിടും, ഇന്ത്യയൊക്കെ ഈ പാലസ്റ്റീനിയൻസിന് വേണ്ടിയിട്ട് പണം കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് അത് സംഘടിപ്പിക്കുക പണം. പിന്നെ UN ഏജൻസീസ് ഉണ്ട്, അവരുടെ കയ്യിൽ നിന്ന് പണം കിട്ടും. പിന്നെ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഉണ്ട്, പിന്നെ മൾട്ടിനാഷണൽ കമ്പനീസ് ഉണ്ട്, അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്സ് ഉണ്ട്. ഇവരുടെ എല്ലാവരുടെയും സേവനം ഉപയോഗപ്പെടുത്തിയിട്ട് വേണം ഈ ഫണ്ട് റേസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ രീതിയിൽ ഫണ്ട് റേസിങ് വലിയ പ്രശ്നമാകില്ല എന്നാണ് അവർ കണക്കാക്കുന്നത്. പിന്നെ സെക്യൂരിറ്റി ആര് കൊടുക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ സെക്യൂരിറ്റി കൊടുക്കാനായിട്ട് പാലസ്റ്റീനിയൻ തന്നെ ഒരു പോലീസ് ഫോഴ്സിനെ ഇവർ ട്രെയിൻ ചെയ്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് ജോർഡൻ അതിൻ്റെ കാര്യങ്ങൾ നോക്കും. ജോർഡൻ മാത്രമല്ല, ജോർഡൻ്റെ കൂടെ ഓഫ് കോഴ്സ് ഈജിപ്റ്റ്, രണ്ടു കൂട്ടരും ഒരുമിച്ചാണ്. അപ്പോൾ ഈജിപ്റ്റും ജോർഡനും കൂടി ഒരുമിച്ച് തന്നെയായിരിക്കും ഇവരെ ട്രെയിൻ ചെയ്യുന്നത്. ഈ പാലസ്റ്റീനിയൻ പീപ്പിളിൻ്റെ ഒരു ഗ്രൂപ്പിനെ സംഘടിപ്പിച്ചിട്ട് ട്രെയിനിങ് കൊടുത്തിട്ട് അവരുടെ ഒരു പാലസ്റ്റീനിയൻ പോലീസ് ഫോഴ്സാക്കി അവിടെ നിലനിർത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഹമാസ് അവിടെ വേണ്ട എന്നുള്ളതാണ്.
അപ്പോൾ ഈ പാലസ്തീനുമായി ബന്ധപ്പെട്ട് ഇപ്പം പാലസ്തീനിൽ നിന്ന് ഹമാസിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു പുതിയ മാറ്റം അവിടെ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു നിർമ്മാണവും പുതിയൊരു സംവിധാനം, അതായത് ഒരു രാജ്യത്തെ തന്നെ പുനർനിർമ്മിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ആഭ്യന്തര സുരക്ഷയിൽ പ്രശ്നമില്ല, മറ്റു രാജ്യങ്ങൾക്ക് വിഷയം വരുന്നില്ല, ഈ ഹമാസിനോടാണല്ലോ ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ വിഷയമുള്ളത്. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴേക്കും ഒരു സമാധാനമുള്ള ഒരു പാലസ്തീൻ ഉണ്ടായി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ നമ്മൾ സമാധാനം വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇവർ ദേ വിൽ ഗോ അണ്ടർഗ്രൗണ്ട്. ഇപ്പോൾ അമേരിക്ക അല്ല റഷ്യ അഫ്ഗാനിസ്ഥാനെ കീഴടക്കിയായിരുന്നു ഒരു കാലത്ത്. പിന്നെ അമേരിക്ക അവിടെ പോയിരുന്നു. പക്ഷേ കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇവരെ എവിടെ നിന്നാണ് പൊട്ടി വരണേന്ന് പറയാൻ പറ്റില്ല. പെട്ടെന്നാണ് സംഭവിക്കുക. പെട്ടെന്ന് ഓരോരുത്തർ അവിടെ നിന്ന് അവിടെ നോക്കാതെ മെഷീൻ ഗണ്ണായിട്ട് AK-47 വരും. അപ്പം എന്ന് പറഞ്ഞോണം ഇവർക്ക് ഈ ഒളിപ്പോരിൻ്റെ ആൾക്കാരാണല്ലോ ഹമാസ്. അപ്പം ഹമാസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ അറേബ്യൻ ഒരു ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ ഓൾട്ടർനേറ്റീവ് ഉണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, വി വെൽക്കം ദാറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെസ്റ്റേൺ കൺട്രീസ് ഇവിടെ വേണ്ട, അമേരിക്ക വേണ്ട, അമേരിക്കയ്ക്ക് പകരം അല്ലെങ്കിൽ ഇസ്രായേലിന് പകരം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ സർവാത്മനെ സപ്പോർട്ട് ചെയ്യുന്നു. സർവാത്മനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, ഹമാസ് വേണ്ടെന്ന് ഇവരും പറയുന്നുണ്ട്. ഹമാസ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന ഈജിപ്തിനെയാണ് ഹമാസ് ഇപ്പം സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ തന്നെ ചെയ്തു എന്നാ പറയുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഉള്ളിലിരിപ്പം എന്താണെന്ന് നമുക്കറിയില്ല. അതെന്താണ് അങ്ങനെ പറയുന്നത് എന്നുള്ളൊരു ചോദ്യം പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവരുടേതായ ഗൂഢലക്ഷ്യങ്ങളുണ്ടാവും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇസ്രായേൽ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു, പക്ഷേ ഈ ഹമാസിനെ കണ്ടം ചെയ്തിട്ടില്ല നിങ്ങൾ എന്ന് പറഞ്ഞ് ഇസ്രായേൽ വേറൊരു സങ്കടം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവരെല്ലാവരെയും ഇസ്രായേലിനെയും അമേരിക്കനെയും ഈജിപ്ഷ്യൻ കൺട്രീസിനെയും എല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു വർക്ക് നടക്കുമോ അല്ലെങ്കിൽ ചർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതൊക്കെ ഇപ്പോഴും ഇറ്റ് റിമെയിൻസ് അൺസർട്ടൺ. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.